ഹലോ കൂട്ടുകാരെ, വീണ്ടും മാ കുക്കിൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വെറൈറ്റി ഒരുപാട് തരത്തിലുള്ള സാലഡ് കണ്ടിട്ടുണ്ട്. ചാമ്പങ്ങ കൊണ്ടൊരു സാലഡ് ഉണ്ടാക്കിയാലോ? ചാമ്പങ്ങ കൊണ്ട് സാലഡോ? ഇത് അടിപൊളിയായിട്ട് ചാമ്പങ്ങ കൊണ്ട് നമുക്ക് വെറൈറ്റി ആയിട്ടൊരു സാലഡ് ഉണ്ടാക്കാം. ഇതുപോലെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. ഇതുപോലെ കുറച്ച് ചാമ്പങ്ങ എടുത്തിട്ട് അത് നല്ലപോലെ ഒന്ന് കഴുകി ഒന്ന് വൃത്തിയാക്കാം. ഇതുപോലെ കുറച്ച് വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ടിട്ട് അതൊന്ന് മുക്കി വെക്കണം. ഉപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വല്ല പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ ഇറങ്ങിപ്പോക്കോളൂ. ഇതുപോലെ ഒന്ന് വെച്ചിട്ട് കുറച്ച് ഇതുപോലെ സവോളയും പച്ചമുളക് പൊടി ഇതുപോലെ ചെറുതാക്കി ഞാനൊന്ന് അരിഞ്ഞ് മാറ്റി വെക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളുടെ ചാമ്പങ്ങ ഇതുപോലെ കുരുവൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് കനം കുറച്ച് അത്യാവശ്യം കനത്തിൽ എന്ന് പറഞ്ഞ രീതിയിൽ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ വേറൊരു ബൗളെടുക്കുക, അതിലേക്ക് ചാമ്പങ്ങ അരിഞ്ഞത് ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കണം. വെള്ളത്തിൽ മുക്കി വെച്ച ചാമ്പങ്ങ ആയതുകൊണ്ട് തന്നെ ഉപ്പ് നോക്കിയിട്ട് വേണം നമ്മൾ ഇടാനായിട്ട്. ഒരുപാട് വെള്ളത്തിലും ആകരുത്, കാരണം ചാമ്പങ്ങയ്ക്ക് ഓൾറെഡി നല്ല ജ്യൂസി ആയിട്ടാണല്ലോ ഇരിക്കുന്നത്. അതിന് ശേഷം ഇതുപോലെ പച്ചമുളകും സവാളയും ചെറുതായിട്ട് അരിഞ്ഞതോടെ ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി അത്യാവശ്യത്തിന് വേണ്ടത് ഇതുപോലെ ഉപ്പാണ്. ഒരു 1/4 ടീസ്പൂൺ ഇപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഉപ്പൊന്ന് ചെക്ക് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്താൽ മതി. ആദ്യം തന്നെ ഒരുപാട് ഉപ്പ് ഇട്ടാൽ ഉപ്പ് കൂടിപ്പോവും. ഇനി ആ ഉപ്പൊന്ന് പിടിക്കാനായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ വിനീഗർ ചേർക്കുന്നുണ്ട്. വിനീഗറോട് ചേർത്ത് ഒന്ന് ഇളക്കണം. 1.5 ടേബിൾ സ്പൂൺ വിനീഗറോട് ചേർക്കുന്നുണ്ട്, കാരണം ഒരു ചെറിയൊരു പുളിപ്പൂടുണ്ടെങ്കിൽ മാത്രമേ ആ സാലഡിനൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കുകയുള്ളൂ. അപ്പോൾ കുറച്ച് വിനീഗറോട് ചേർത്തിട്ട് അതൊന്ന് ഇളക്കി വെക്കണം. ഇപ്പം തന്നെ ഞാൻ ഇതുപോലെ ഇച്ചിരി വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് വെക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതെല്ലാം കൂടി ഇട്ട് ഒരു പിഞ്ച് കായപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് ഇതുപോലെ കുറച്ച് കറിവേപ്പയും കൂടി ചേർക്കുന്നുണ്ട്. അങ്ങനെ മിക്സ് ചെയ്തെടുക്കത്താൽ ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും ആ പുളിയും ഉപ്പും എല്ലാം പിടിച്ച് നമ്മളുടെ ചാമ്പങ്ങ സാലഡ് ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെ കഴിക്കാനും അടിപൊളിയായിരുന്നു. അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ഒരു സാലഡ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാമല്ലോ അല്ലേ? അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിൽ ചാമ്പക്കയൊക്കെ ഉണ്ടെങ്കിൽ വെറുതെ അത് കളയാതെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അച്ചാറിടാനും അടിപൊളിയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ.